അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്ക് സുഖമാണ്. ഇപ്പോഴേ ഞാൻ വിചാരിച്ച് രാവിലെ ഒന്ന് അടുക്കള ഒന്ന് സെറ്റ് ചെയ്യണം. വേണ്ടേ, ജീരകം, മഞ്ഞപ്പൊടി, കടുക്, ഉലുവ. ഞാൻ വിചാരിച്ച് രാവിലെ അടുക്കള ഒന്ന് സെറ്റ് ചെയ്യാം. മക്കൾക്ക് ഇന്നാകുമ്പോൾ സ്കൂളൊന്നും പോകണ്ടല്ലോ, മദ്രസ പഠിത്തമില്ല. മുളക് പൊടി, പിന്നെ ഇത് നമ്മളെ പിണമ്പുളിയില്ലേ, അതാണ് ഞാൻ കറിക്ക് യൂസ് ചെയ്യണത്. പിന്നെ പഞ്ചസാര കണ്ട പൊട്ടിപ്പോവും. പിന്നെ ഇത് നമ്മുടെ ഉപ്പ്, ഇത് നമ്മുടെ പഞ്ചസാര. ഇത് തുറന്നിട്ടാണ് ഇതാക്കുന്നത്, കാരണം തുറക്കാനുണ്ട്. ഈ പഞ്ചസാരയും ഈ ഉപ്പും അങ്ങോട്ടിരിക്കട്ടെ, കാരണം ഇതാണ് നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ. ഇനി എനിക്ക് കുറച്ച് ടിന്നും കൂടെയൊക്കെ മേടിക്കണം. എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എന്തിനാണ്, ഇനി മല്ലിപ്പൊടി ഇടാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കളയുടെ ടിന്നുകളല്ല. പിന്നെ നല്ല മഴ, പിന്നെ തേയിലിടാൻ സെപ്പറേറ്റ് ഒരെണ്ണം മേടിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഉപ്പും പഞ്ചസാരയും എപ്പോഴും ഒന്നീ ഗ്ലാസിൻ്റെയിലോ അല്ലെങ്കിൽ ഭരണിയിലോ സൂക്ഷിക്കുക. മറ്റേ RCCയിലെ ഡോക്ടേഴ്സ് എല്ലാം പറയണതാണ്. പിന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. തവിടെണ്ണ അത് തീർന്നിട്ടിരിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെയൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യും. പിന്നെ മസ്റുമോൾക്ക് തലമുടിയിൽ എന്താണ് തേക്കണേന്ന് വെച്ച് കാച്ചി എണ്ണേനെ തേക്കുന്നത്. നല്ല മഴയാണ് കാര്യങ്ങൾ. ഉമ്മാക്ക് പനി കൂടുതലാണ്. വീണ്ടും ട്രിപ്പിടാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇൻഷാ അല്ലാഹ് ഒരു ലോങ് വീഡിയോ ഇടും. മഴ കാരണം നമുക്കെല്ലാവർക്കും നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാണ്ടൊരവസ്ഥയാണ്. കറണ്ടും പോയി വന്നിട്ട് നിൽക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ ഈ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കണം ഇൻഷാ അല്ലാഹ്. എന്ന് പറഞ്ഞാൽ അടുക്കള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഉള്ളിപ്പാത്രം കാര്യങ്ങളൊക്കെ ഉള്ളിയൊക്കെ മേടിച്ചിടണം അത്യാവശ്യം. അപ്പോൾ അവിടെ ഒതുക്കി, ഇനി ഇവിടെയും കൂടെ ഒതുക്കാണ്ട്. പിന്നെ ചെറുപയർ അങ്ങനെയൊക്കെ ഇരിക്കുന്നു, അതൊക്കെ ടിന്നുകളൊക്കെ മേടിച്ച് ഇടണം. പിന്നെ മക്കളെ തുണികളൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ലോങ് വീഡിയോ ഇടണം. മക്കളെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പുല്ലും തൊളിയും. നമുക്കിവിടെ ഈ വഴി ഫുള്ള് വെള്ളമാണ്. മഴ പെയ്തു പോയാലേ. പിന്നെ ഇന്നലെ മിനിങ്ങാന്ന് അവിടെ പാമ്പിനെ കണ്ടെന്ന് പറയണായിട്ട്. അപ്പോൾ കുട്ടികളെ വിടാനും പറ്റില്ല. പിന്നെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവരെ തിരിച്ചറിയാറായല്ലോ. മിച്ചുമോനും ഇത്ര ഉണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ എന്ത് വന്നാലും ഇഴജന്തുക്കളാണെങ്കിലും ഒരു പാമ്പിനെയൊക്കെ തിരിച്ചറിയില്ല, തീരെ പൊടിയല്ലല്ലോ. അതുകൊണ്ട് അവരെന്ത് കണ്ടാലും വന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ്, ദുആ ചെയ്യണം. മഴയ്ക്കൊരു കുറവുമില്ല. അടുക്കള ഫുള്ള് കണ്ട. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം അരിയടുപ്പ് ഇടാൻ. വെള്ളം കാര്യങ്ങളും തൊളിയും പുല്ലും കാടും. മക്കളെപ്പോഴും ഈ വെള്ളത്തിൽ അയിലാകുമ്പോൾ തുടച്ച് നിൽക്കണം. മക്കളെപ്പോഴും ചവിട്ടി തൊളി, അവർ കാല് കഴുകിയാലും അവരെ കാലിൽ ചെറിയ മണ്ണ് കാണും. ഇത്രയേ ഉള്ളൂ.